രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവസാന ഘട്ടത്തിൽ ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, പഞ്ചാബ് അങ്ങനെ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ പോളിംഗ് ഉണ്ട്. നമ്മളിന്ന് പരിശോധിക്കുന്ന ഉത്തർപ്രദേശാണ്. ലോക്സഭയിലേക്ക് ഏറ്റവും അധികം അംഗങ്ങളെ അയക്കുന്ന, ഏറ്റവും അധികം ജനപ്രതിനിധികളെ അയക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 7 ഘട്ടങ്ങളിലായിട്ട് ഇവിടെ പോളിംഗ് ഉണ്ടായിരുന്നു. ഏറ്റവും അവസാന ഘട്ടത്തിൽ 13 മണ്ഡലങ്ങളിലേക്കാണ് ഉത്തർപ്രദേശിൽ പോളിംഗ് നടക്കുന്നത്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി അടക്കമുള്ള മണ്ഡലങ്ങളുണ്ട്. നമുക്ക് ആദ്യം ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഉള്ള സീറ്റ് വിഭജനം എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം നമുക്ക് NDA പരിശോധിക്കാം. NDAയിൽ BJP 74 സീറ്റിൽ മത്സരിക്കുന്നു. നിഷാദ് പാർട്ടിയുടെ കൂടി ചേർത്താൽ 75 സീറ്റ് എന്ന് വേണേൽ പറയാം. അപ്നാദൾ എസ് 2 സീറ്റിൽ, രാഷ്ട്രീയ ലോക്ദൾ 2 സീറ്റിൽ, സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടി 1 സീറ്റിൽ. ഇതാണ് NDAയിലെ സീറ്റ് വിഭജനം ഉണ്ടായിരുന്നത്. ഇന്ത്യ സഖ്യത്തിൽ സമാജ്വാദി പാർട്ടി 62 സീറ്റിൽ, കോൺഗ്രസ് 17 സീറ്റിൽ, തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റിൽ. ഇതിന് പുറത്ത് ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് അവിടുത്തെ മറ്റൊരു ശക്തമായ രാഷ്ട്രീയ സാന്നിധ്യമായ BSP അവർ പ്രത്യേകം ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. 79 സീറ്റിൽ മത്സരിക്കുന്നു. ആസാദ് സമാജ് പാർട്ടി കാൻഷുറാം എന്നുള്ളത് ചന്ദ്രശേഖർ ആസാദിൻ്റെ പാർട്ടിയാണ്. അവർ 8 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നുണ്ട്. CPI അവർ 5 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നുണ്ട്. 2024 സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ 2019 ഇലക്ഷൻ റിസൾട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 2019 തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെയായിരുന്നു. BJP 62 സീറ്റിൽ വിജയിച്ചു. ആകെയുള്ള 80-ൽ 62 സീറ്റിൽ BJP വിജയിക്കുന്നു. അവരുടെ സഖ്യകക്ഷിയായ അപ്നാദൾ എസ് 2 സീറ്റിൽ വിജയിക്കുന്നു. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ BSPയും SP-യുമായിരുന്നു അന്ന് സഖ്യത്തിലുണ്ടായിരുന്നത്. BSP 10 സീറ്റിൽ ജയിച്ചു, SP 5 സീറ്റിൽ ജയിച്ചു. കോൺഗ്രസ് 1 സീറ്റിൽ, റായ്ബറേലി മാത്രമാണ് 2019 കോൺഗ്രസ് ജയിച്ചത്. അമേഠിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പാണ് 2019. 2014 വന്നു കഴിഞ്ഞാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാൻ മത്സരിച്ച ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, അതിൽ BJP ജയിച്ചത് 71 സീറ്റിലായിരുന്നു. സഖ്യകക്ഷിയായ അപ്നാദൾ അന്ന് 2 സീറ്റിൽ ജയിച്ചു. സമാജ്വാദി പാർട്ടിക്ക് അന്ന് ലഭിച്ചത് 5 സീറ്റ് മാത്രം, കോൺഗ്രസ്സിന് 2 സീറ്റ്. ഈ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ 2014 നിന്ന് 2019 എത്തുമ്പോൾ BJPയുടെ സീറ്റ് എണ്ണത്തിൽ കുറവുണ്ടാകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ കാലയളവിൽ നടന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നമുക്കൊന്ന് പരിശോധിച്ചിട്ട് 2024 സിറ്റുവേഷനിലേക്ക് നമുക്ക് വരാം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 2017 അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിയമസഭയിൽ ആകെയുള്ളത് 403 സീറ്റാണ്. BJP അക്കുറി ജയിച്ചത് 312 സീറ്റിലായിരുന്നു. സമാജ്വാദി പാർട്ടിക്ക് ആകെ കിട്ടിയത് 47 സീറ്റ്. 2022 വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPയുടെ സീറ്റ് എണ്ണം കുറയുന്നു, 255ലേക്ക്. അവർ അധികാരം നിലനിർത്തുന്നു, പക്ഷേ സീറ്റ് എണ്ണം കുറയുകയാണ് 255 സീറ്റിലേക്ക്. സഖ്യകക്ഷിയായ അപ്നാദൾ എസ് 12 സീറ്റിലും നിഷാദ് പാർട്ടി 6 സീറ്റിലും വിജയിച്ചു. അതിനു മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 47 സീറ്റിൽ മാത്രം വിജയിച്ച സമാജ്വാദി പാർട്ടി 111 സീറ്റിലേക്ക് അവരുടെ സീറ്റെണ്ണം വർദ്ധിപ്പിക്കുന്ന കാഴ്ച 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നുണ്ട്. സഖ്യകക്ഷിയായ RLDക്ക് ലഭിച്ചത് 9 സീറ്റ്. കോൺഗ്രസും BSPയും ഒക്കെ അക്കുറി സെപ്പറേറ്റാണ് മത്സരിച്ചത്, ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. കോൺഗ്രസ് 2 സീറ്റിൽ മാത്രം ജയിക്കുന്നു. BSP 1 സീറ്റിൽ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. ഈ കണക്കിൽ നിന്ന് വേണം നമ്മൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസ്ഥയിലേക്ക് വരാനായിട്ട്. നമുക്കൊപ്പം ഉള്ളത് രാജ്യത്ത് തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളിൽ ഒരാളായ വെങ്കടേഷ് രാമകൃഷ്ണനാണ്. ദ എഡിറ്റിൻ്റെ മാനേജിംഗ് എഡിറ്റർ കൂടിയാണ് അദ്ദേഹം. ഈ 2014, 2019 ഈ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് വലിയ വിജയം ഉണ്ടായിട്ടുണ്ട് ഉത്തർപ്രദേശിൽ. ഇടയ്ക്ക് നടന്ന 2017 2022 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJPയാണ് വിജയിച്ചത്. പക്ഷേ ഈ 2014 നിന്ന് 2019 എത്തുമ്പോൾ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നു. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴും BJPയുടെ സീറ്റ് എണ്ണത്തിൽ കുറവുണ്ടാകുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും BJP അവിടെ അവരുടെ ശക്തി തുടരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൽ നിന്ന് 2024 എത്തുമ്പോൾ എന്ത് മാറ്റമാണ്? ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യാത്ര നടത്തിയ ആളാണ്. വിവിധ വിഭാഗങ്ങളുമായിട്ട് സംസാരിച്ച ആളാണ്. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സാധാരണക്കാരായ ആളുകൾ, മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടൊക്കെ സംസാരിച്ച ആളാണ്. 2024 എത്തുമ്പോൾ എന്ത് മാറ്റമാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നത്? അത് നിങ്ങൾ 10 വർഷത്തെ ഒരു ചിത്രം നിങ്ങൾ അവതരിപ്പിച്ചു, അത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ അതിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ BJPയുടെ സീറ്റുകൾ കുറയുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ടല്ലോ. BJP 2014 നിന്ന് 2019 എത്തുമ്പോൾ സീറ്റ് കുറയുന്നു. അതുപോലെ 2017 2022 എത്തുമ്പോൾ സീറ്റ് കുറയുന്നു.
ഈ കുറവിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഞാനിപ്പോൾ കാണുന്നത്. ബേസിക്കായിട്ടെന്ന് വെച്ചാൽ അതേ രീതിയിലുള്ള ഒരു ഒരു കുറവിൻ്റെ ഒരു തുടർച്ച, അതിൻ്റെ കണ്ടിന്യൂഷൻ. അതായത് കണ്ടിന്യൂറ്റി ഉണ്ടാവുന്നത് ഈ കുറവിലാണ്, അല്ലാതെ ബി ജെ പിയുടെ ശക്തി പിന്നെ പൂർണ്ണമായിട്ടും മറികടക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റമല്ല. പക്ഷേ ഈ ഒരു കണ്ടിന്യൂസ് ഡിക്ലൈൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും കൂടി ഉണ്ടായിരുന്നത് 80-64 സീറ്റാണ്. അത് ഇത്തവണ എൻ്റെ ഒരു കണക്കനുസരിച്ച് അതിൽ നിന്നൊരു 5 മുതൽ 10 വരെ സീറ്റ് കുറയാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതാണ് എനിക്കിപ്പം ഈ ഒരു സ്ഥിതിവിശേഷത്തെ പറ്റി എനിക്ക് കാണുന്നൊരു പ്രധാനപ്പെട്ട സംഭവം. പിന്നെ 2022 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് ഒരു ബൈപോളാർ ഇലക്ഷനായി മാറി. നേരത്തെ 90-കൾ മുതൽ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ 3 ധാരകളിലായിട്ടാണ് ഉത്തർപ്രദേശിലെ രാഷ്ട്രീയം വികസിച്ചിരുന്നത്. ഒരു പ്രധാനപ്പെട്ട ധാര ഭാരതീയ ജനതാ പാർട്ടി തന്നെയായിരുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ധാര സമാജ്വാദി പാർട്ടി. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ധാര ബഹുജൻ സമാജ് പാർട്ടി. എന്നാൽ ഈ 90-കൾ മുതൽ 2000-ൻ്റെ ആദ്യ വർഷങ്ങളിലൊക്കെ ഇങ്ങനെ 3 പ്രബല ധാരകളായിട്ട് വ്യത്യസ്തമായിട്ടുണ്ടായിരുന്ന ധാരകൾ അത് ചുരുങ്ങി ഒരു ബൈപോളാർ 2 ധാരകൾ മാത്രമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. BSP ഒരുപാട് സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ടെങ്കിലും BSPയുടെ ഒരു പ്രസൻസ് ഈ ഇലക്ഷനിലെ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതാണ് ഒരു പൊതുചിത്രം. പക്ഷേ ഈ പൊതുചിത്രത്തിന് കൂടെ വന്നിരിക്കുന്ന ഒരു വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഈ BJP നമ്മുടെ നേരത്തെയുള്ള പല ചർച്ചകളിലും നമ്മൾ സംസാരിച്ചൊരു വിഷയമാണിത്. ദേശീയ തലത്തിൽ തന്നെ ബാധകമായിട്ടുള്ള അതേ പ്രവണതകളുടെ തുടർച്ചയാണ് ഇവിടെയും കാണുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ 2 പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആധാരമായി കണ്ടിരുന്നത്. ഒന്ന്, രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ, അത് ഉണ്ടാക്കുന്ന ഒരു ഹിന്ദുത്വ വികാരം, ഒരു പോസിറ്റീവായിട്ടുള്ള ഹിന്ദുത്വ വികാരം. അതോടൊപ്പം പിന്നെ ഈ മോദിയുടെ ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്ന് ഭാരതീയ പാർട്ടി വിശ്വസിച്ചിട്ടുള്ള കാര്യങ്ങളെ ആധാരമാക്കിക്കൊണ്ടുള്ള മോദിക്ക് ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. നമ്മൾ ദേശീയ തലത്തിലുള്ള ചർച്ചകൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ മത്സരത്തിൻ്റെ ആദ്യത്തെ 2 ഘട്ടങ്ങൾ നടന്ന സമയത്ത് തന്നെ ഇത് മാറുകയും വളരെ തീവ്രമായ 2002 മുതൽ BJPയും പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും അവലംബിച്ചിരുന്ന വളരെ തീവ്രമായ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ തലത്തിലേക്ക്, അതായത് പോസിറ്റീവ് ഹിന്ദുത്വയിൽ നിന്ന് ഒരു വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഹിന്ദുത്വത്തിലേക്ക്, ആൻറ്റി മുസ്ലിം, അതായത് പ്രോ ഹിന്ദുത്വ ക്യാമ്പയിനിൽ നിന്ന് ഒരു ആൻറ്റി മുസ്ലിം, വളരെ പ്രകടമായ ആൻറ്റി മുസ്ലിം ക്യാമ്പയിനിലേക്ക് പോകുന്നത് കണ്ടു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ആ ഷിഫ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഉത്തർപ്രദേശിലെ ആദ്യത്തെ 2 ഘട്ടങ്ങളിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് തന്നെയായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടൊരു മാറ്റം. അപ്പോൾ ഇപ്പോൾ കാണുന്നത് വെച്ചാൽ ഈ നരേറ്റീവിൻ്റെ തലത്തിൽ ഈ പ്രാണപ്രതിഷ്ഠയുടെ പോസിറ്റീവ് ഹിന്ദുത്വ വേണ്ടത്ര ക്ലച്ച് പിടിച്ചിട്ടില്ല. മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി, മോദിയുടെ ഭരണനേട്ടങ്ങളെപ്പറ്റി മിക്കവാറുമുള്ള സംഭാഷണം ഏതാണ്ട് ഇല്ലാത്ത തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ നരേറ്റീവിൻ്റെ തലത്തിൽ, അതായത് തെരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിലെ വിഷയങ്ങൾ ആ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ജനങ്ങളിലേക്ക് ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ ഈ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം വളരെയധികം വലിയ രീതിയിൽ പോപ്പുലർ ട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ഡിക്ലൈൻ്റെ ട്രെൻഡ് തുടരുന്നു പറയുന്നത്. പക്ഷെ അത് പറയുമ്പോഴും BJPയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ടുള്ള അതിൻ്റെ ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനം, അതിൻ്റെ മൈക്രോ മാനേജ്മെൻറ്റ് ഓഫ് ഈച്ച് പോളിംഗ് ബൂത്ത്, പന്ന പ്രമുഖ് എന്ന് പറയുന്ന BJPയുടെ വളരെ സവിശേഷമായ ഇലക്ട്രൽ മാനേജ്മെൻറ്റ് സിസ്റ്റം, അതായത് ഈ ഇലക്ട്രൽ റോളിലുള്ള ഓരോ പേജിനും 2 or 3 BJP പ്രവർത്തകർ ബൂത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അതിലെ ഈ ലിസ്റ്റിലുള്ള മുഴുവൻ വോട്ടുകളും അല്ലെങ്കിൽ പരമാവധി വോട്ടുകൾ BJPക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി വീടുകളിലേക്ക് പോയി അവരെ ക്യാൻവാസ് ചെയ്യുന്നൊരു സംവിധാനം, ആ സംവിധാനം ഇപ്പോഴും ഉണ്ട്, അത് വളരെ ശക്തമായിട്ടുണ്ട്. അപ്പം ഈ പ്രചാരണത്തിൻ്റെ തലത്തിൽ മേൽക്കൈ, നെറേറ്റീവിൻ്റെ തലത്തിൽ മേൽക്കൈ ഇന്ത്യ സഖ്യം, സമാജ്വാദി പാർട്ടിയും കോൺഗ്രസുമുള്ള ഇന്ത്യ സഖ്യം നേടിയിട്ടുണ്ടെങ്കിലും ഈ മൈക്രോ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ BJPയുടെ ഓർഗനൈസേഷൻ മിസ്റ്ററി ഇപ്പോഴും വളരെ സജീവമാണ് എന്നുള്ളതാണ് വസ്തുത.
റൈറ്റ്. നമ്മൾ ഉത്തർപ്രദേശ് എടുത്തു കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഒരു ഈ ഹിന്ദുത്വ അജണ്ട വളരെ ഭംഗിയായിട്ട് നടപ്പാക്കപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് നമ്മൾ ഉത്തർപ്രദേശിനെ കാണാം. ഗുജറാത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1990കളുടെ അവസാനം ഈ ബാബറി മസ്ജിദ് ഡിമോളിഷനിലേക്ക് നയിക്കുന്ന അയോധ്യ മൂവ്മെൻറ്റിൻ്റെ തുടക്കം മുതൽ ഇങ്ങോട്ട് യു പിയിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്താൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു തുടർച്ച ഒരുപക്ഷെ ഈ ഇലക്ഷൻ്റെ തുടക്കകാലത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാമക്ഷേത്രം അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു. അത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സ്ഥലം ഉത്തർപ്രദേശാണ് എന്ന് ഈ ഇലക്ഷൻ്റെ തുടക്കകാലത്ത് വിലയിരുത്തപ്പെട്ടിരുന്നു. അതിന് പുറമെയാണ് ഈ ആൻറ്റി മുസ്ലിം ക്യാമ്പയിനിലേക്ക് നരേന്ദ്രമോദി തന്നെ നേരിട്ട് കടക്കുന്നത്. പിന്നാക്ക വിഭാഗങ്ങൾ, ദളിതുകൾ ഇവരുടെയൊക്കെ സംവരണം മുസ്ലിങ്ങൾക്ക് എടുത്തു കൊടുക്കും. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊരു സർക്കാർ വന്നു കഴിഞ്ഞാൽ ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് മതാടിസ്ഥാനത്തിലുള്ള സംവരണം നിലവിൽ വരും. ഇത്തരം ഈ പ്രചരണങ്ങളൊക്കെ അഴിച്ചുവിട്ടിരുന്നു. അപ്പോൾ ഈ അജണ്ടകൾ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ അത്രത്തോളം സഹായിക്കുന്നില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിനൊരു സമാനതയുള്ളൊരു തെരഞ്ഞെടുപ്പ് ഞാൻ കാണുന്നത് 1993 നിയമസഭാ തെരഞ്ഞെടുപ്പ്. 1992 ഡിസംബറിൽ ബാബറി മസ്ജിദ് പൊളിക്കുന്നു. അത് ഒരു വലിയ ഒരു പാൻ ഹിന്ദു ഐഡൻറ്റിറ്റി പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ സൃഷ്ടിച്ചു എന്നാണ് RSSൻ്റെയും BJPയുടെയും നേതാക്കന്മാർ വിശ്വസിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വലിയ രീതിയിൽ പ്രചണ്ഡമായിട്ടുള്ളൊരു വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്നാണ് ഈ BJPയും RSSും ഒക്കെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സംഭവിച്ചത് നേരെ മറിച്ചാണ് സംഭവിച്ചത്. സമാജ്വാദി പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി സഖ്യം ആദ്യമായിട്ടുള്ള ആ തെരഞ്ഞെടുപ്പിലാണ് നിലവിൽ വരുന്നത്. അതായത് ഘൻഷിറാമും മുലായം സിംഗ് യാദവും ചേർന്നുള്ള ബഹുജൻ സമാജ് പാർട്ടി, സമാജ്വാദി പാർട്ടി സഖ്യം അവർ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് അവർ ഈ സഖ്യം ഏറ്റവും പ്രബലമായ സഖ്യമായി മാറുകയും അങ്ങനെ അവരുടെ ഭരിക്കാൻ അവർ ക്ഷണിക്കപ്പെടുകയും അവരെ കോൺഗ്രസ് പിന്തുണയ്ക്കുകയും രാഷ്ട്രീയ ലോക്ദൾ പിന്തുണയ്ക്കുകയൊക്കെ ചെയ്തിട്ടും അവർ ആ സർക്കാരാണ് അതിനകത്ത് വരുന്നത്. ഇതിന് ഒരു സമാനമായ രീതിയിലുള്ളൊരു സാധനമാണ്. ഇപ്പോൾ ഈ പള്ളി പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പാൻ ഹിന്ദു ഐഡൻറ്റിറ്റിയുടെ ഒരു വലിയ വേലിയേറ്റം ഉണ്ടാവും എന്നാണ് BJP വിചാരിച്ചത്. അത് സംഭവിക്കാതെ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പള്ളി പൊളിച്ചു, ഈ പള്ളി ഒരു കളങ്കമായിരുന്നു ഈ ഉത്തർപ്രദേശിൻ്റെ അയോധ്യയുടെ മണ്ണിൽ എന്ന ഒരു വലിയ പ്രചണ്ഡമായ പ്രചാരണത്തിൻ്റെ തലത്തിലാണ് ആ പള്ളി പൊളിക്കലിലേക്ക് എത്തുന്നത്. ആ പള്ളി പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കഥാർസിസ് പോലെ എനിക്ക് തോന്നുന്നത് ഈ വലിയ വിഭാഗം ഹിന്ദുക്കൾ, അതിൽ പിന്നോക്ക ജാതി വിഭാഗങ്ങളും ദളിതരുമൊക്കെ ഈ പള്ളി പൊളിക്കാനുള്ള സംഘത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഇടയിൽ ഒരു കഥാർസിസ് പോലൊരു സംഭവം ഉണ്ടാവുകയും അവരുടെ ജാതീയമായ ഐഡൻറ്റിറ്റി അടിവരയിടുന്ന തരത്തിൽ സമാജ്വാദി പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി സഖ്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ അവർ ഈ സ്വാഭാവികമായിട്ടും ഈ പാൻ ഹിന്ദു ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന കൽപ്പിച്ചുകൂട്ടിണ്ടാക്കിയിട്ടൊരു സാധനമാണ്. ഒരു പാൻ ഹിന്ദു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു തിയറിറ്റിക്കൽ മിസ്നോബറാണ്. എന്താ വെച്ചാൽ ഏറ്റവും പ്രാഥമികമായ ഹിന്ദു സമൂഹത്തിൻ്റെ ഘടകം, ഉദാഹരണത്തിന് നമ്മുടെ സെൻസസിൽ പോലും ഒരു ഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ വരുന്നത് സെൻസസ് തുടച്ചു തുടങ്ങിയിട്ട് ഒരുപാട് കാലം ഹിന്ദു എന്ന് പറഞ്ഞൊരു ഘടകം ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നത് ഈ ജാതീയമായിട്ടുള്ള സെൻസസാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെയാണ് അതിന് ഈ ബ്രിട്ടീഷുകാരാണ് ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെൻസസ് കാറ്റഗറി ഉണ്ടാക്കുന്നതിൽ. അപ്പോൾ അങ്ങനെ ഒരു പിന്നീട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് ഈ പാൻ ഹിന്ദു ഐഡൻറ്റിറ്റി എന്നുള്ളതുകൊണ്ട് ആ ഐഡൻറ്റിറ്റിക്ക് പിറകെ പോവാതെ തങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ജാതീയമായ ഐഡൻറ്റിറ്റിയുടെ പിറകെ പോകാൻ വേണ്ടി 93 പിന്നോക്ക ജാതി ദളിത് ഇലക്ടറേറ്റ് തീരുമാനിച്ചൊരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിലും അതിന് അത്തരത്തിലുള്ളൊരു പ്രചാരണത്തെ, അത്തരത്തിലുള്ളൊരു കൺസോൾട്ടേഷനെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഉണ്ടായത് ഈ അബ്കി ബാർ 400 പാർ എന്ന മുദ്രാവാക്യം ഇവർ മുന്നോട്ട് വെച്ച സമയത്ത് ഉത്തർപ്രദേശിലുള്ള ഒരുപാട് BJP സ്ഥാനാർത്ഥികൾ, അതിൽ അയോധ്യയിൽ നിന്നുള്ള ലല്ലു സിംഗ് ഉണ്ട്, അയോധ്യയിൽ നിരവധി MP ആയിട്ടുള്ള ലല്ലു സിംഗ് ഉണ്ട്, മീററ്റിൽ പുതുതായിട്ട് അവർ ഇറക്കിയിട്ടുള്ള പഴയ രാമൻ്റെ കഥാപാത്രം അഭിനയിച്ച അരുൺ ഗോവിലുണ്ട്, അങ്ങനെ ഉള്ള ഒരുപാട് ആൾക്കാർ, കർണാടകത്തിലുള്ള പ്രബലനായിട്ടുള്ള BJP നേതാക്കൾ പലരുണ്ട്. അവരെല്ലാവരും ഈ ക്യാമ്പയിൻ്റെ തുടക്കത്തിൽ അവർ പറഞ്ഞത് ഈ 400+ കിട്ടുന്നത് നമുക്ക് ഈ ഭരണഘടനയെ സമൂലം അടിമുടി മാറ്റേണ്ട ആവശ്യമുണ്ട്. അതിനെ മനുസ്മൃതിയുടെ തലത്തിലേക്കുള്ള ഒരു അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഭരണഘടനയാക്കി മാറ്റേണ്ടതുണ്ട്.
അതിനാണ് ഈ 400+ സീറ്റ് വേണ്ടത് എന്നാണ് പറഞ്ഞത്. ഇത് ഈ ഷെഡ്യൂൾ കാസ്റ്റുകൾക്കിടയിലും പിന്നോക്ക ജാതി വിഭാഗങ്ങൾക്കിടയിലും അതിപിന്നോക്ക ജാതി വിഭാഗങ്ങൾക്കിടയിലും വളരെ വലിയ തരത്തിലുള്ള റിയാക്ഷൻ ഉണ്ടാക്കി. അവരുടെ സംവരണം എടുത്തു കളയുന്നിടത്തേക്ക് പോലും ഉണ്ടാക്കുമെന്ന തരത്തിലുള്ള ഒരു പ്രചാരണം പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ടാവുകയും അത് വലിയ രീതിയിൽ വേരുപിടിക്കുകയും ചെയ്തിട്ടുള്ള കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്നത് ഈ ഡിക്ലൈനിങ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത്. അപ്പം അത് മാത്രമല്ല, ഈ BJP വളരെയധികം അവരുടെ ആൻറ്റി മുസ്ലിം റെട്ടറിക്കിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടെങ്കിലും ആ തിരിച്ചുപോക്കും വേണ്ടത്ര ഗുണം ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വെച്ചാൽ ഇതും ഒരു കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് പിന്നെയും ആവർത്തിക്കുന്നു എന്ന് മറ്റുള്ളൊരു പ്രതികരണമാണ് സാധാരണ ഹിന്ദു സമുദായത്തിൽ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. റൈറ്റ്. അതുപോലെ തന്നെ പ്രധാനമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ സഖ്യത്തിൽ നിന്ന് പ്രതിപക്ഷ സഖ്യത്തെ ഭിന്നിപ്പിക്കാൻ BJPക്ക് സാധിച്ചു. അപ്പോൾ RLD കഴിഞ്ഞ കുറേ കാലമായിട്ട് BJP ചേരിയിലേക്ക് പോകാതെ പ്രതിപക്ഷ സഖ്യത്തിനൊപ്പം നിന്ന പാർട്ടിയായിരുന്നു RLDയെ NDAയിലേക്ക് കൊണ്ടുവരാൻ BJPക്ക് സാധിച്ചിരുന്നു. ജാട്ടുകൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ് രാഷ്ട്രീയ ലോക്ദൾ. അത് NDAയിലേക്ക് വരുന്നു എന്നുള്ളത് BJPക്ക് എത്രത്തോളം സഹായകമാകും എന്ന്, അത് വലിയ സഹായമാകും എന്ന് BJPയെ അനുകൂലിക്കുന്ന ആളുകൾ വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ ജാട്ട് മുസ്ലിം ഐക്യത്തിലൂടെ സ്വാധീനമുറപ്പിച്ച പാർട്ടിയാണ് RLD. അവർ NDAയിലേക്ക് മാറിയത് അത് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെങ്കിലും BJPക്ക് അനുകൂലമാകില്ലേ? അല്ല, സാധാരണഗതിയിൽ ഒരു വെറും അരിത്മെറ്റിക്കിൻ്റെ തലത്തിൽ, ഒരു കേവലമായിട്ടുള്ള കണക്കിൻ്റെ തലത്തിൽ മാത്രം പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഹായകമാവേണ്ടതാണ്. പക്ഷേ ഈ ജാട്ട് സമുദായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും പ്രബലമായ വിഭാഗം കർഷകരാണ്. ഈ കർഷക ജനസാമാന്യത്തിനെതിരെ മോദി സർക്കാർ കഴിഞ്ഞ 10 വർഷമായിട്ട് വളരെ മോശമായ രീതിയിലുള്ള നയങ്ങളാണ് നടപ്പാക്കിയിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു വികാരം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്ന സമയത്ത് ജാട്ട് സമൂഹത്തിനിടയിൽ വലിയ രീതിയിലുള്ള BJP വിരുദ്ധ വികാരം നിലനിൽക്കുന്നു. അപ്പം ഈ ജയൻ ചൗധരിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ ലോക്ദൾ ഈ BJPയുമായിട്ട് ചേർന്നപ്പോൾ അത് ജാട്ട് സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആൾക്കാർ അതൊരു വിശ്വാസവഞ്ചനയായിട്ടാണ്, അതായത് സമാജ്വാദി പാർട്ടിയോട് കാണിച്ചിട്ടുള്ള വിശ്വാസവഞ്ചനയായിട്ടല്ല, മറിച്ച് തങ്ങളോട് തന്നെ കാണിച്ചിട്ടുള്ള വിശ്വാസവഞ്ചനയായിട്ടാണ് ഈ ജാട്ട് സമൂഹത്തിൽ ഒരു വിഭാഗം കണ്ടത്. അപ്പം അതുകൊണ്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളിലാണ് പടിഞ്ഞാറ് ഉത്തർപ്രദേശിൽ വോട്ട് നടന്നത്. ആ വോട്ട് നടന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാട്ട് വിഭാഗത്തിൽ നിന്ന് തന്നെ ഒരു വലിയ വിഭാഗം BJP അനുകൂലമായിട്ട് വോട്ട് ചെയ്യാതെ RLDക്ക് പോലും വോട്ട് ചെയ്യാതെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. RLDയുടെ പരമ്പരാഗതമായിട്ട് RLD ജയിച്ചിരുന്ന മണ്ഡലമാണ് ബാഗ്പത്ത്. ആ ബാഗ്പത്തിൽ ഈ പാർട്ടിയുടെ ലോക്ദളിൻ്റെ സ്ഥാപകനായിട്ടുള്ള ചരൺ സിംഗും അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള അജിത് സിംഗും ഒക്കെ പല പ്രാവശ്യം ജയിച്ചിട്ടുള്ളതാണ്. പക്ഷേ അവിടെ RLDയെ തോൽപ്പിച്ചിട്ടുള്ളത് BJP മാത്രമാണ് ഇതിനു മുമ്പ്. അപ്പോൾ അവിടെ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പിന്നെ ഇത്തവണ BJPയുമായി വോട്ട് ചേർന്നതിന് ശേഷവും RLDയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് വോട്ടിങ്ങിന് ശേഷമുള്ള വിലയിരുത്തൽ. എന്തായിരിക്കും അന്തിമ വിധി എന്നുള്ളത് യഥാർത്ഥ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെ ഈ RLDയെ NDAയിലേക്ക് കൊണ്ടുപോയതിന് ഉള്ള പ്രധാനപ്പെട്ട ഒരു നേട്ടം, ആ നേട്ടം വേണ്ട രീതിയിൽ അതിൻ്റെ ഒരു അനുപാതം എന്തായാലും വളരെ കുറവാണ്. പ്രതീക്ഷിച്ചത്രയും വലിയ അനുപാതത്തിലല്ല ആ നേട്ടം ഉണ്ടായിട്ടുള്ളത് എന്നാണ് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ കാണുന്ന കാഴ്ച. റൈറ്റ്. ഈ 2019 2014 അപേക്ഷിച്ച് BJPയുടെ സീറ്റെണ്ണം, ലോക്സഭയിലേക്കുള്ള ജനപ്രതിനിധികളുടെ സീറ്റെണ്ണം കുറയുന്നുണ്ടെങ്കിൽ പോലും 64 സീറ്റിൽ ജയിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി, BSP, RLD ഈ 3 പാർട്ടികളും ചേർന്നിട്ടുള്ള സഖ്യമാണ് BJPയെ എതിരിട്ടത്. നമ്മൾ ഈ അരിത്തമെറ്റിക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ SP, BSP, RLD സഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തമായൊരു സഖ്യമാണ്. എന്നിട്ടും പക്ഷേ വലിയ പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. അതിനെ മാറ്റിയിട്ട് ഇക്കുറി സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് വളരെ ദുർബലമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ശക്തമായിരുന്നു ഈ സഖ്യം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അല്ല, ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ 2019 സഖ്യത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പം വെറും വോട്ട് ശതമാനത്തിൻ്റെ കണക്ക് മാത്രം എടുക്കുകയാണെങ്കിൽ സമാജ്വാദി പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി, രാഷ്ട്രീയ ലോക്ദൾ സഖ്യം 2019 തെരഞ്ഞെടുപ്പ് സ്വീപ്പ് ചെയ്യണമായിരുന്നു. വെച്ചാൽ അതിഭീകരമായ മാസീവായിട്ടൊരു ക്രഷിങ് വിക്ടറി ഉണ്ടാവേണ്ട ഒരു സഖ്യമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അത് ഉണ്ടാവാതെ പോകാനുള്ള കാരണം അന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന
ഭാരപ്പെട്ട ഒരു അന്തരീക്ഷം തന്നെയാണ്. അന്ന് പുൽവാമയിൽ നമ്മുടെ സൈനികർ ഈ മൈനിങ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ബാലക്കോട്ടിലൂടെ മോദി സർക്കാർ തിരിച്ചടിച്ചതിന് ശേഷമുള്ള വളരെയധികം വൈകാരികമായിട്ടുള്ള ദേശസ്നേഹം തുരച്ചു നിന്നിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മൾ കണക്കിൻ്റെ വെറും അരിത്മെറ്റിക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്ന ഈ വോട്ട് ശതമാനത്തിൻ്റെ കൂട്ടിച്ചേർക്കൽ നടക്കാതെ ആ രീതിയിൽ ആ ഇലക്ഷനിൽ വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച, സമാജ്വാദി പാർട്ടിയുടെ പ്രധാനപ്പെട്ട വോട്ട് സ്രോതസ്സായ പിന്നോക്ക സമുദായത്തിൽ നിന്ന് ബഹുജൻ സമാജ് പാർട്ടിയുടെ വലിയ വോട്ട് സ്രോതസ്സായിട്ടുള്ള ദളിത് വിഭാഗങ്ങൾക്കിടയിൽ നിന്നെല്ലാം ഇത് വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച സംഭവിക്കും. അതുകൊണ്ടാണ് ഈ ഓൺ പേപ്പർ നമ്മൾ കണക്കെടുത്ത് മാത്രം പരിശോധിക്കുമ്പോൾ വലിയ സഖ്യമായിരുന്ന ആ സഖ്യത്തിന് പ്രതീക്ഷിച്ച തരത്തിലുള്ള നേട്ടമുണ്ടാക്കാൻ കഴിയാതെ പോയി. ഇത്തവണയും സമാനമായ ഒരു നരറ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ കോൺഗ്രസിനൊക്കെ സംഘടനാപരമായിട്ട് യു പിയിൽ എവിടെയും ഇല്ലാത്തൊരു പാർട്ടിയാണ്. വളരെ പരിതാപകരമാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജു ചൂണ്ടിക്കാണിച്ചതുപോലെ 2 സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത്. പക്ഷേ ഈ തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഓർഗനൈസേഷനും മിഷണറിയും എവിടെയും ഇല്ലാത്ത ഒരു പാർട്ടിയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സഖ്യ ചർച്ചകൾക്ക് സമയത്ത് പല ആൾക്കാരുടെയും അഭിപ്രായം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസിന് കൊടുക്കുന്ന സീറ്റെല്ലാം അത് വളരെ ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് വരാൻ പോകുന്നത്. പാർട്ടി സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അവിടെ മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യം. അത് ശരിവെക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങൾ. ഇപ്പോൾ അലഹബാദിലെ മുഖ്യ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് നേരത്തെ സമാജ്വാദി പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമാജ്വാദി പാർട്ടിയിലെ വളരെ പ്രമുഖനായിട്ടുള്ള നേതാവായിരുന്ന രേവതി രാമൻ സിംഗിൻ്റെ പുത്രനാണ് അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഉള്ള ഉജ്വൽ രേവതി രാമൻ സിംഗ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ്. പക്ഷേ അയാളെ ഈ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പേ സമാജ്വാദി പാർട്ടിയിൽ നിന്ന് അഖിലേഷ് യാദവിൻ്റെ സമ്മതത്തോടുകൂടി രാജിവെപ്പിച്ച് കോൺഗ്രസിൽ ചേർത്തിട്ടാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പം അങ്ങനെ പല സ്ഥലത്തും വേണ്ടത്ര ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളില്ലാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ പക്ഷെ എന്നിട്ട് പോലും ഈ പറഞ്ഞിട്ടുള്ള ഒരു നറേറ്റീവിൻ്റെ തലത്തിൽ, അതായത് ഞാൻ പറഞ്ഞ BJP-യുടെ നറേറ്റീവ് വിജയിക്കാതിരിക്കുകയും മറുവശത്ത് തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഈ പറഞ്ഞ രീതിയിൽ ഭരണഘടനയെ മാറ്റിമറിച്ചുകൊണ്ടുള്ള സംവരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം BJP നടത്തുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ ആധാരമാക്കിയിട്ടുള്ള പ്രചാരണത്തിൻ്റെ ആ ഒരു മേൽക്കൈയിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ പല സ്ഥലത്തും വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ട്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്മൃതി ഇറാനി മത്സരിക്കുന്ന അമേഠി, അവിടെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രബലരായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള ഗാന്ധി കുടുംബത്തിലെ വീട്ടിൽ അവിടെ ചെറിയൊരു കാര്യസ്ഥനായിട്ട് ജോലി ചെയ്യുന്ന ഒരു ശർമാജിയാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. അദ്ദേഹം പോലും സ്മൃതി ഇറാനിയെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ പ്രചാരണം നടക്കുന്ന സമയത്തും ഉണ്ടായിട്ടുള്ള വിലയിരുത്തൽ, വോട്ടിങ്ങിന് ശേഷവുമുള്ള വിലയിരുത്തൽ. അതാണ് ഞാൻ പറഞ്ഞ പോലെ അന്തിമമായിട്ട് ഈ തരത്തിലുള്ള അനുമാനങ്ങളെല്ലാം ശരിയായി വരുമോ ഇല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ വിധി പ്രഖ്യാപനത്തിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ പൊതു അന്തരീക്ഷം ഈ രീതിയിൽ ഇങ്ങനെ ഈ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിൽ അനുകൂലമാവുകയും കോൺഗ്രസിലെ സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വേണ്ട രീതിയിൽ പ്രതിഫലിക്കാത്ത ഒരു സാഹചര്യവും ഈ തെരഞ്ഞെടുപ്പിൽ പൊതുവായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ 2019 നമ്മൾ BJP-യുടെ വിജയത്തിന് കാരണമായിട്ട് ഒരുപക്ഷെ ബാലക്കോട്ട് അതുണ്ടാക്കിയൊരു ഇമോഷനൊക്കെ ഒരു കാരണമായിട്ട് പറഞ്ഞു. പക്ഷേ അതിനൊപ്പം BJP അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നമ്മൾ കാണാതിരുന്നുണ്ട്. ഇപ്പോൾ 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിനൊക്കെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കാറുണ്ട്. വിവിധ വിഭാഗങ്ങളെ ഏത് വിധത്തിലാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, അവർക്ക് എങ്ങനെയാണ് പ്രാതിനിധ്യം കൊടുക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സൂക്ഷ്മമായ ഇടപെടൽ BJP നേതൃത്വം നടത്തുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇക്കുറിയും അതേ മാതൃക ഒരുപക്ഷെ അവർ പിന്തുടർന്നിട്ടുണ്ടാവണം. അതിന് നേരിടാൻ പാകത്തിലായിരുന്നു സമാജ്വാദി കോൺഗ്രസ് സഖ്യത്തിൻ്റെ നീക്കങ്ങൾ എന്നുള്ളത് പ്രധാനമാണ്. പ്രത്യേകിച്ച് ഈ വിലക്കയറ്റം, തൊഴിലില്ലായ്മ ഇതൊക്കെ ചർച്ചയാക്കുന്നതിന് പുറമെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ UP-യെ സംബന്ധിച്ച്. ഒരു കാര്യത്തിലൊരു സംശയമില്ല, BJP-യുടെ സംഘടനാ സംവിധാനത്തെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനാ സംവിധാനം സമാജ്വാദി പാർട്ടിക്കോ കോൺഗ്രസിനോ ഇല്ല എന്നുള്ളത് അത് നിസ്സംശയമാണ്. അതിനെപ്പറ്റി പ്രത്യേകിച്ച് നമ്മൾ കൂടുതലായിട്ടൊന്നും സംസാരിക്കേണ്ട കാര്യം തന്നെയില്ല. അതാണ് അതിൻ്റെ അവസ്ഥ. ഈ തരത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ മിഷണറി, ഈ പറഞ്ഞ രീതിയിൽ പഞ്ചാബ് പ്രമുഖ അടക്കമുള്ള ഒരു സംഘടനാ സംവിധാനം, പിന്നെ ഈ പറഞ്ഞ രാജീവ് സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തമായിട്ടുള്ള
ജാതി സമൂഹങ്ങൾക്ക് കൃത്യമായ പ്രാതിനിധ്യം നൽകുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം, ഇതിലൊന്നും BJPയെ കവച്ചുവെക്കാൻ വേണ്ടി സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സെക്രട്ടറി കഴിഞ്ഞിട്ടില്ല. പിന്നെ പ്രത്യേകിച്ചും ഗ്രാസ് റൂട്ട്സിലുള്ള ഈ വർക്കേഴ്സിൻ്റെ അവരുടെ കെട്ടുറപ്പ്, അവർക്കുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകാനുള്ള പാർട്ടിയുടെ കഴിവ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ BJPയുമായിട്ട് കിടനിൽക്കാൻ ഈ രണ്ട് പാർട്ടികൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇത്തവണ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ സമാജ്വാദി പാർട്ടി വളരെ വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള ഒരു നീക്കം നടത്തിയിട്ടുണ്ട്. അതിനൊരു തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിങ് അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട്. അത് പല മണ്ഡലങ്ങളിലും BJPക്ക് തലവേദനയാവുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലും ആ തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ വേണ്ടി സമാജ്വാദി പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ മറികടക്കാൻ വേണ്ടിയിട്ട് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിങ് ഒരു സ്ട്രക്ചറൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. അത് സ്ഥാനാർത്ഥി നിർണ്ണയം മുതൽ പിന്നെ ഏറ്റവും താഴെക്കടയിലുള്ള പാർട്ടി പ്രവർത്തകർ വരെ എത്തുന്ന തരത്തിലുള്ള വളരെ സമൂലമായിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. ഇത് കുറച്ച് കോസ്മെറ്റിക് ആണ്, പക്ഷേ ഇതിനും ചെറിയ തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നു. BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ BSPക്കൊപ്പം നിൽക്കുന്ന ജാദവ് വിഭാഗം ദളിതുകൾ, ജാദവ് ഇതര ദളിതുകൾ, SP-ക്കൊപ്പം നിൽക്കുന്ന യാദവ് ഇതര പിന്നാക്ക വിഭാഗങ്ങൾ, ഇവരെ ഒരുമിപ്പിക്കുക, ഒപ്പം സവർണ വോട്ടുകൾ. ഇതിനാണ് BJP കുറേ കാലമായിട്ട് ശ്രമിച്ചത്. അതിലൊരു പരിധിവരെ അവർ ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ സമാജ്വാദി പാർട്ടി കുറെ കൂടെ അവരുടെ അടിസ്ഥാന വോട്ട് ബാങ്കിന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പിന്നാക്ക ന്യൂനപക്ഷ ഐക്യം അല്ലെങ്കിൽ ദളിത് പിന്നാക്ക ന്യൂനപക്ഷ ഐക്യം, ഈ മുദ്രാവാക്യമാണ് അഖിലേഷ് യാദവ് മുന്നോട്ട് വെച്ചത്. അതുതന്നെയാണ് ആ SP കോൺഗ്രസ് സഖ്യത്തിൻ്റെ ഒരു ക്യാമ്പയിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് നിന്നത്. ഇത് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ SP കോൺഗ്രസ് സഖ്യത്തിന്? അല്ല, തീർച്ചയായിട്ടും ഈ ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഈ സ്ഥാനം പ്രതിഫലിച്ചിട്ടുണ്ട്. ഈ നിലപാട് PDA എന്നുള്ള ഈ പിച്ചട ദളിത് അല്പസംഖ്യക്, പിച്ചട എന്ന് വെച്ചാൽ പിന്നോക്ക ജാതി, ദളിത് വിഭാഗം, പിന്നെ അല്പസംഖ്യക് അതായത് മൈനോറിറ്റീസ്, ഇങ്ങനെയുള്ള ഈ മുദ്രാവാക്യം PDA എന്നുള്ള മുദ്രാവാക്യം അത് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്, അത് ക്യാമ്പയിനിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രതിഫലനത്തിൻ്റെ ഒരു വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതിൻ്റെ ഒപ്പമാണ് ഈ 406 ചേർന്നുകൊണ്ട് ഭരണഘടന മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ, ഭരണഘടനയുടെ കാര്യത്തിൽ ദളിത് വിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം UP അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും വളരെ വൈകാരികമായിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട് ഭരണഘടനയുമായിട്ട്. അത് ഭീംറാവു അംബേദ്കറാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശില്പി എന്നുള്ളതുകൊണ്ടും, അംബേദ്കർ ഒരു ദൈവതുല്യനായിട്ടുള്ളൊരു ഒരു 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 വ്യക്തിത്വമായിട്ട് ദളിത് സമൂഹങ്ങൾക്കിടയിൽ നിൽക്കുന്നതുകൊണ്ടും, ഇതെല്ലാം കൊണ്ട് ഈ ദളിത് വിഭാഗങ്ങളിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു ഒഴുക്ക് ഈ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് കാണുന്നുണ്ട്. അതിന് സഹായിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം, ഈ കോൺഗ്രസ് ഒരുപാട് കാലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പൊതുചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രയോ ദശാബ്ദങ്ങൾ ദളിതരുടെ പ്രാഥമികമായ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. ബഹുജൻ സമാജ് പാർട്ടിയൊക്കെ വരുന്നതിന് മുമ്പുള്ള കാലത്ത് കോൺഗ്രസിൻ്റെ പ്രാഥമികമായ പാർട്ടി ദളിതരുടെ പ്രാഥമികമായ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. അതിൽ നിന്നാണ് BJP ഈ പറഞ്ഞ ജാട്ടവ് ഇതര BSPയുടെ കൂടെ നിൽക്കുന്ന ജാട്ടവ് എന്ന് വിളിക്കുന്ന ജാട്ടവ് ഇതര ദളിത് വിഭാഗങ്ങളെയും, അതുപോലെ തന്നെ SP-യുടെ കൂടെ നിൽക്കുന്ന യാദവ് ഇതര പിന്നോക്ക ജാതി വിഭാഗങ്ങളെയും സംഘടിപ്പിക്കുന്നത്. അതിനെ P. കേശവ പ്രസാദ് മൗര്യയെ പോലുള്ള ആളെ ഉപമുഖ്യമന്ത്രിയാക്കുക, അതൊക്കെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ കൺട്രീഷാണ്. കല്യാൺ സിംഗിനെ പോലെയുള്ള ഒരു ലോദിനെ, അതും പിന്നോക്ക വിഭാഗത്തിനാണ് അയാളെ മുഖ്യമന്ത്രിയാക്കി 1991. അങ്ങനെ സംഘടിതമായ രീതിയിൽ ആ ഒരു പ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷെ ഇത്തവണ ഈ പറഞ്ഞിട്ടുള്ള ഈ SP-യുടെ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള, സമഗ്രമല്ല സമൂലമല്ല, പക്ഷേ കോൺക്രീറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ നീക്കങ്ങളിലൂടെയുള്ള സ്ഥാനാർത്ഥി നിർണ്ണയത്തിലും മറ്റു കാര്യങ്ങളിലും പാർട്ടി സംഘടനയ്ക്കകത്ത് പ്രാധാന്യം നൽകുന്നതിലൊക്കെ ഉണ്ടായിട്ടുള്ള അത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ സമാജ്വാദി പാർട്ടി നടത്തിയിട്ടുള്ള നീക്കങ്ങൾ, അതോടൊപ്പം ഈ കോൺഗ്രസിൻ്റെ ചരിത്രപരമായിട്ട് ദളിതരോടുള്ള കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൻ്റെ ഒരു തുടർച്ച, ഒപ്പം ഈ പറഞ്ഞ ഈ 406 ബന്ധപ്പെടുത്തി ഭരണഘടന ഇല്ലാതായി പോകും എന്ന ഭീതിയെ അടിസ്ഥാനമാക്കിയുള്ള പ്രചാരണം, അത് ദളിത് വിഭാഗങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം. അപ്പോൾ അത് വളരെ വളരെ മൂർത്തമായിട്ട്, ഇപ്പം ഞാനിപ്പോൾ
ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും എനിക്ക് ശ്രദ്ധേയമായിട്ടുള്ള അനുഭവങ്ങൾ ഒന്നും എന്തായിരുന്നു വെച്ചാൽ, ഞാൻ അയോധ്യയിൽ ഈ രാമക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഹനുമാൻഗഡി എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ചരിത്രപ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ഈ അയോധ്യയിൽ എത്തിയ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000-കണക്കിന് ആൾക്കാരാണ് ഈ ക്ഷേത്രത്തിലേക്ക് കയറാൻ വേണ്ടി ക്യൂ നിൽക്കുന്നത്. കൊടും ചൂടാണ്, എല്ലാവരും വേർത്ത് കുളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ജയ് ശ്രീറാം വിളികളിങ്ങനെ അവിടെ മുഴുകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഏതൊരാൾ എന്നിട്ട് ആൾക്കാർ ജയ് ഭീം എന്ന മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടു. അതായത് ജയ് ഭീം എന്ന് വെച്ചാൽ BSP വലിയ രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുള്ള ദളിത് വിഭാഗങ്ങൾ ഇന്ത്യ മുഴുവൻ കൊണ്ടാടുന്ന ഒരു മുദ്രാവാക്യമാണ്. ജയ് ഭീം എന്ന് വെച്ചാൽ ജയ് ഭീംറാവു അംബേദ്കർ എന്നാണ്. അപ്പം ഞാൻ ഈ മുദ്രാവാക്യം ഇങ്ങനെ ഈ ആരോ വിളിച്ചു കേട്ടിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെ കാണുന്നത് വെച്ചാൽ ഈ രാമക്ഷേത്രം ഈ ഹനുമാൻഗഡിയിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന 10,000-കണക്കിന് ആൾക്കാരുടെ കൂട്ടത്തിൽ 1-2 കുടുംബങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നു. എന്നുവെച്ചാൽ കുടുംബങ്ങൾ വെച്ചാൽ ചെറുപ്പക്കാരായിട്ടുള്ള ഒരു ദളിത് യുവാവ്, ഒരു ദളിത് യുവതി, 2 ചെറിയ കുട്ടികളും, അവരാണ് ആദ്യം തിരിഞ്ഞു നിൽക്കുന്നത്. അവർ ഈ മുദ്രാവാക്യം വിളിച്ച ആളോട് നോക്കിയിട്ട് ജയ് ഭീം ജയ് സംവിധാൻ എന്ന് തിരിച്ചു മുദ്രാവാക്യം വിളിക്കുന്ന കാര്യം. അതെന്ന് വെച്ചാൽ ഇത് ബേസിക്കായിട്ട് ഈ സംവിധാനം എന്ന് വെച്ചാൽ ഭരണഘടന. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ഇത് രാമക്ഷേത്രത്തിൻ്റെ തൊട്ട് അടുത്തുള്ള ഹനുമാൻഗഡിയിലാണ്. അതിന് മുമ്പിൽ ഈ ഹനുമാൻഗഡിയിലേക്ക് ദർശനം നടത്താൻ വേണ്ടി പോകുന്ന ഒരു കുടുംബത്തിൽ നിന്നുള്ള പ്രതികരണമാണ് ഓർമ്മിക്കണം. പിന്നെ ഞാൻ അയാളോട് സംസാരിച്ചപ്പോൾ അയാൾ സുൽത്താൻപൂർ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തുള്ള ജില്ലയിൽ നിന്ന് വന്ന ആളാണ്. അമേഠിക്ക് അടുത്ത സ്ഥലമാണ്. അമേഠിക്കും അയോധ്യയ്ക്കും ഇടയിലുള്ള സ്ഥലമാണ് സുൽത്താൻപൂർ. മേനകാ ഗാന്ധിയാണ് ഇപ്പോൾ അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഈ രാമക്ഷേത്രം കാണാൻ വന്നിട്ടുള്ള നിങ്ങൾ ഇങ്ങനെ ജയ് ഭീം ജയ് സംവിധാനം എന്നുള്ള മുദ്രാവാക്യം വിളിക്കുന്നതിനാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ആ കുടുംബം പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ രാഷ്ട്രീയം വേറെ വിശ്വാസം വേറെ എന്നാണ്. അപ്പം അങ്ങനെയുള്ള ഈ വിശ്വാസവും രാഷ്ട്രീയവും കൂടെ കുഴഞ്ഞു പറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും വിശ്വാസം വേറെ രാഷ്ട്രീയം വേറെ എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ ഈ പറഞ്ഞിട്ടുള്ള BJPയുടെ സമഗ്രമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സോഷ്യൽ എഞ്ചിനീയറിംഗ് വേഴ്സസ് SP കോൺഗ്രസിൻ്റെ കോസ്മെറ്റിക് സോഷ്യൽ എഞ്ചിനീയറിംഗ് തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ SP കോൺഗ്രസ് സഖ്യത്തിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നരേറ്റീവ് എന്ന് പറയുന്നതായിട്ടുള്ള വ്യത്യാസം എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. നമ്മൾ ഈ SP കാര്യം പറയുമ്പോൾ 2002 നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ SP-ക്ക് ഒരു പക്ഷേ അധികാരം തിരിച്ചു പിടിച്ചേക്കാം എന്നുള്ള മട്ടിലുള്ള വലിയ മത്സരം SP കാഴ്ചവെച്ച തെരഞ്ഞെടുപ്പായിരുന്നു 2022. പക്ഷേ അധികാരത്തിൽ അവർക്ക് തിരിച്ചെത്താനായില്ല. പക്ഷേ 2017 അപേക്ഷിച്ച് വലിയ തോതിൽ സീറ്റെണ്ണം കൂട്ടി 111 സീറ്റിൽ അവർ അധികാരത്തിലെത്തി. പരാജയപ്പെട്ട പല മണ്ഡലങ്ങളിലും വളരെ ചെറിയ വോട്ടിനാണ് SP-യുടെ സ്ഥാനാർത്ഥികൾ അക്കുറി പരാജയപ്പെട്ടത്. അവിടെ നിന്ന് 2024 എത്തുമ്പോൾ കൂടുതൽ ശക്തിയോടെ മത്സരിക്കാനുള്ള ഒരു ശേഷി SP ആർജിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ഈ മുലായം സിംഗിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന തർക്കങ്ങൾ, ഇപ്പോൾ ശിവപാൽ സിംഗ് യാദവ് വേറെ പാർട്ടി ഉണ്ടാക്കി പോയിരുന്നു, അദ്ദേഹം തിരിച്ചു വരുന്നു, അങ്ങനെ ഈ കുടുംബത്തിലുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് കുറെ കൂടെ ശക്തമായിട്ട് മുന്നോട്ട് വരാൻ ഈ തെരഞ്ഞെടുപ്പിൽ SP-ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് വെച്ചാൽ പ്രത്യേകിച്ചും അവരുടെ കോട്ടകൊത്തളങ്ങൾ എന്ന് പറയുന്ന ഈ മധ്യ ഉത്തർപ്രദേശ് മേഖലയിൽ, അതായത് മീൻപുരി, ഇറ്റാവ, കന്നൗജ്, ഇത്തരത്തിലുള്ള സീറ്റുകൾ, ഫിറോസാബാദ്, ഇത്തരത്തിലുള്ള സീറ്റുകളിൽ കഴിഞ്ഞ തവണ കന്നൗജിലൊക്കെ ഡിംപിൾ യാദവ് മത്സരിച്ച് തോറ്റുപോയ സ്ഥലമാണ്. അവിടെ BJP കഴിഞ്ഞ തവണ തോൽപ്പിക്കാൻ SP തോൽപ്പിക്കാൻ വേണ്ടി സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, അവിടെ ഏതാണ്ട് 100ഓളം ആ മണ്ഡലത്തിലെ ലോക്കൽ ഇൻഫ്ലുവൻസേഴ്സ്, മറ്റു പാർട്ടി, സമാജ്വാദി പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി അടക്കമുള്ള പാർട്ടികളുടെ ലോക്കൽ ഇൻഫ്ലുവൻസ്, പ്രാദേശികമായിട്ട് സ്വാധീനമുള്ള ചെറിയ നേതാക്കന്മാരെ ഏതാണ്ട് 100ഓളം പേരെ ആ തെരഞ്ഞെടുപ്പിൽ ആ ഒറ്റ മണ്ഡലത്തിൽ BJP-യിലേക്ക് ആകർഷിക്കാൻ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയിൽ അതിൻ്റെ റണ്ണപ്പിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രതിപക്ഷ പാർട്ടികളിലെ ആൾക്കാരെ കൂടുതലായിട്ട് പാർട്ടിയിലേക്ക് വലിച്ചതുപോലെ ആ തെരഞ്ഞെടുപ്പിൽ കന്നൗജിൽ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ വർക്ക് ചെയ്ത് ആ മൈക്രോ മാനേജ്മെൻറ്റ് വളരെ സജീവമായിട്ട് വിജയിച്ചതിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ വിജയിക്കാനുള്ള സഹായിച്ചൊരു ഘടകം ഈ കുടുംബത്തിനകത്തെ പ്രശ്നം. ശിവപാൽ യാദവ് കഴിഞ്ഞ തവണ വേറെയാണ് മത്സരിച്ചത്, അദ്ദേഹം സ്വന്തം പാർട്ടി ഉണ്ടാക്കി വേറെ മത്സരിക്കുന്നുണ്ടായി. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരുപാട് ഘടകങ്ങൾ വെച്ചുകൊണ്ട് സമാജ്വാദി പാർട്ടി ദുർബലമായിരുന്നു. ഇത്തവണ ഈ കുടുംബത്തിനകത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ശിവപാൽ യാദവും വളരെ സജീവമായ രംഗത്ത് ശിവപാൽ യാദവിൻ്റെ മകൻ മത്സരിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ഇവരുടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട സമാജ്വാദി പാർട്ടിയുടെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബാസ്റ്റിൽ അല്ലെങ്കിൽ ഗഡ് എന്ന് ഹിന്ദിയിൽ വിളിക്കുന്ന ആ മേഖലയിൽ ഇത്തവണ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചുവരവ് ഈ പാർട്ടി കാണിക്കും, സംശയമില്ല.
അതോടൊപ്പം ഈ പറഞ്ഞ ഈ കിഴക്കൻ ഉത്തർപ്രദേശിൽ പൂർവാഞ്ചൽ എന്ന് വിളിക്കുന്ന കിഴക്കൻ ഉത്തർപ്രദേശിലും സമാജ്വാദി പാർട്ടിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് തന്നെ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ മുന്നേറ്റത്തിൻ്റെ ആ തുടർച്ചയായിട്ടുള്ള ആ ഒരു സ്വാധീനം നിലനിർത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഈ കിഴക്കൻ ഉത്തർപ്രദേശ് പറഞ്ഞതുകൊണ്ട് ഈ കിഴക്കൻ ഉത്തർപ്രദേശിൽ നിന്ന് ഇപ്പോൾ വയറിൽ, ടെലിഗ്രാഫിൽ, അങ്ങനെ മറ്റ് പല മാധ്യമങ്ങളിലും പല റിപ്പോർട്ടുകൾ വായിക്കുകയുണ്ടായി. അതിലൊക്കെ ഈ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട സംഗതികൾ എന്ന മട്ടിൽ അവിടെയുള്ള ആളുകളുടെ റിയാക്ഷൻസ് ഈ റിപ്പോർട്ടുകളിലൊക്കെ നിരന്തരം കാണാനിടയായിരുന്നു. ഫൂൽപൂരിലൊക്കെ വലിയ തോതിലുള്ള ഈ വിലക്കയറ്റത്തിലും തൊഴിലില്ലായ്മയോടൊക്കെ രൂക്ഷമായിട്ട് പ്രതികരിക്കുന്ന ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ശക്തമായിട്ടുള്ളൊരു ഇമോഷൻ ഈ കിഴക്കൻ ഉത്തർപ്രദേശിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണോ? സത്യത്തിൽ ഞാനിപ്പം വാരണാസി, ഗാസിപ്പൂർ, ഗോരഖ്പൂർ, വലിയ മൗ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിലാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇവിടെയൊക്കെ കാണുന്ന ഈ പറഞ്ഞ അതിഭയങ്കരമായ വികാരം, തൊഴിലില്ലായ്മയെ പറ്റിയും വിലക്കയറ്റത്തെ പറ്റിയും ഒക്കെയുള്ള, അത് മാത്രമല്ല ചെറുപ്പക്കാരാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ ക്യാമ്പയിൻ മുഴുവനായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം. ഞാനിതിനെ വിശേഷിപ്പിക്കുന്നത് മാസസ് വേഴ്സസ് മോദി എന്നാണ് ഞാൻ ഈ ഒരു സ്ഥിതിവിശേഷത്തെ വിശേഷിപ്പിക്കുന്നത്. മാസസ് എന്ന് പറയുന്ന എമ്മും മോദി എന്ന എമ്മും മറുവശത്ത്. ഇത് വാരണാസിയിൽ പോലും ഇതിൻ്റെ വളരെ ശക്തമായ പ്രതിബന്ധങ്ങൾ, അത് അസിഘാട്ട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇതിൽ അടുത്ത പ്രധാനപ്പെട്ട മോദി ഏറ്റെടുത്തു എന്ന് പറയുന്ന ഘാട്ടാണ്. വാരണാസിയിലെ പലതരം ഘാട്ടുകളിൽ അസിഘാട്ട് എന്ന് പറയുന്ന സ്ഥലത്തെ മോദി ഏറ്റെടുത്തു, അതിന് സൗന്ദര്യവൽക്കരണം നടത്തിയെന്നൊക്കെയാണ് അവിടുത്തെ ഒരു സാധാരണ സംഭാഷണം. അവിടുത്തെ വൈകുന്നേരങ്ങളിൽ ആൾക്കാർ വന്ന് ഈ ഗംഗയുടെ കാറ്റ് കൊള്ളാൻ വേണ്ടി വരുന്ന സ്ഥലമാണ്. അവിടുത്തെ സാധാരണ സംഭാഷണങ്ങളിൽ പോലും പ്രതിഫലിക്കുന്നത് ഈ പറഞ്ഞ രീതിയിലുള്ള ഈ ഇന്ത്യ മുന്നണി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രചാരണ വിഷയങ്ങളാണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഇനി നമ്മൾ മറ്റൊരു ആസ്പെക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ BSP ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് BSP. ഇപ്പോൾ 1991 SP BSP സഖ്യം അധികാരത്തിലെത്തിയതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ഒറ്റയ്ക്ക് ഉത്തർപ്രദേശ് ഭരിച്ചിട്ടുണ്ട് BSP. പക്ഷേ ആ BSP പിന്നീട് ദുർബലമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത്തവണ 79 സീറ്റിൽ അവർ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. കഴിഞ്ഞ തവണ SP RLD സഖ്യത്തിനോടൊപ്പം 10 സീറ്റിൽ വിജയിച്ചതാണ് BSP. ഇത്തവണ BSPക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ഈ BSP മത്സരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ടുകളെ ബാധിക്കുകയും BJPയെ സഹായിക്കുകയും ചെയ്യും എന്നൊരു വിലയിരുത്തലുണ്ട്. അതുപോലെ ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ കൂടുതലായിട്ടും മത്സരിപ്പിക്കാൻ BSP തീരുമാനിച്ചത് അത് ഈ മുസ്ലിം വോട്ടുകളെ ഛിന്നഭിന്നമാക്കും എന്നൊരു ആശങ്കയുമുണ്ട്. അതിലെത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? ഇല്ല, അത് ഈ പറഞ്ഞ അവസാനത്തെ ഘടകം തീർച്ചയായിട്ടും അത് എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്തു. പക്ഷേ ഇത്തവണ ഈ തരത്തിലുള്ള ഈ ഭിന്നിപ്പിക്കൽ തന്ത്രങ്ങൾ മുസ്ലിം ന്യൂനപക്ഷത്തിനുമായിട്ട് ഇടയിൽ അത് വേണ്ട രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് ഗ്രൗണ്ട് ലെവൽ സിറ്റുവേഷനിൽ മനസ്സിലാവുന്നത്. മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ ബാധിക്കുന്നത് പോലെ എല്ലാവർക്കും ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് എന്നുള്ളൊരു തോന്നൽ പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഗ്രൗണ്ടിൽ കിട്ടുന്ന ഫീൽ. അതുപോലെ BSP തീർച്ചയായും സജീവമായിട്ടൊരു വലിയ BJPയെ പോലെ തന്നെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു പാർട്ടിയാണ്. ഗ്രാസ് റൂട്ട്സിൽ വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ്. പക്ഷേ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ബഹുജൻ സമാജ് പാർട്ടി നേതൃത്വം, പ്രത്യേകിച്ചും മായാവതി, BJPയുടെ ഒരു B ടീമാണ് എന്നുള്ളൊരു ഒരു തോന്നൽ അത് BSPയുടെ താഴെക്കടയിലുള്ള പ്രചാരകർക്കിടയിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അമേഠിയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് നടക്കുന്ന ദിവസം അമേഠിയിലും റായ്ബറയിലും കണ്ടിട്ടുള്ള അത്ഭുതകരമായ ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ BSPയുടെ പോളിംഗ് ബൂത്ത് ഏജൻ്റായിട്ട് നിയമിച്ചിട്ടുള്ള ഏതാണ്ട് 50ഓളം പേർ പല സ്ഥലങ്ങളിലായിട്ട് ഈ പോളിംഗ് ബൂത്തിൽ വന്നിട്ട് BSPയുടെ കടലാസൊക്കെ വാങ്ങിയിട്ട് അവിടെ വെച്ച് അവർ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ടെലിവിഷൻ ക്യാമറകൾക്ക് മുമ്പിൽ, ഞങ്ങൾ BSP വിടുകയാണ്, ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി പങ്കെടുക്കാൻ പോകുന്നത്. ഇത് ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ റായ്ബറയിൽ നിന്നും അമേഠിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തരം ചേർണിങ്ങിൽ കൂടിയാണ് ഇപ്പോൾ BSP കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും പല സ്ഥലങ്ങളിലും ഈ ഇന്ത്യ സഖ്യത്തിന് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ളൊരു പാർട്ടിയാണ്. പക്ഷേ ഈ മായാവതിയുടെ അനന്തരവനായിട്ടുള്ള ആകാശ് കുമാറിനെയാണ് മായാവതി പിന്നെ തൻ്റെ പിന്തുടർച്ചാവകാശിയായിട്ട് നേരത്തെ പ്രഖ്യാപിച്ചത്. പക്ഷേ അയാളെ ഈ തിരഞ്ഞെടുപ്പിലെ ആദ്യത്തെ 2 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ 3-ാം ഘട്ടമാകുന്ന സമയത്ത് അയാളെ എല്ലാ പാർട്ടിയുടെ അധികാര സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി
പിന്നെ ജോൺപൂരിൽ ധനഞ്ജയ് സിംഗ് എന്ന് പറയുന്ന ഒരു പ്രബലനായിട്ടുള്ള അവിടുത്തെ ലോക്കൽ ഡോണിൻ്റെ വൈഫിനെയാണ് ഠാക്കൂർ ഡോണിൻ്റെ വൈഫിനെയാണ് ബഹുജൻ സമാജ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചിരുന്നത്. ആ സ്ഥാനാർത്ഥിയെ മാറ്റി പഴയ MP തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഇതൊക്കെ അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് നടന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രചാരണവും നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ BSPക്ക് കഴിഞ്ഞ തവണ ഒരു കാഴ്ചവെച്ച 10 സീറ്റിൻ്റെ പ്രകടനം തീർച്ചയായിട്ടും കാഴ്ചവെക്കാൻ പറ്റും തോന്നുന്നില്ല. അതോടൊപ്പം അവരൊരു സിംഗിൾ ഡിജിറ്റിൽ ഒതുങ്ങാനാണ് സാധ്യത. ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരു സീറ്റും ജയിക്കാൻ പറ്റാത്തൊരു സാഹചര്യവും ചിലപ്പോൾ ഉണ്ടായിക്കൂടായില്ല. ഇത് പറയുമ്പോഴേ ഈ ദളിത് വിഭാഗം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ഏതാണ്ട് 20% തൊട്ട് മുകളിലുണ്ട്. 20-നും 21% ഇടയിൽ ദളിത് വിഭാഗങ്ങളുടെ പ്രാതിനിധ്യമുണ്ട് ഉത്തർപ്രദേശിൽ. അതിൽ തന്നെ വളരെ ശക്തമായൊരു വിഭാഗമാണ് BSPയുടെ വോട്ട് ബാങ്കായ ജാട്ടവ് എന്ന് പറയുന്നത്. അവരുടെ BSP മാത്രമല്ല, ഈ ചന്ദ്രശേഖർ ആസാദിൻ്റെ പാർട്ടിയും ചെറിയ സീറ്റുകൾ 8 സീറ്റിലെങ്കിൽ 8 സീറ്റിൽ അവർ മത്സരിക്കുന്നുണ്ട്. ഇതും ഈ BSPയെ പോലെ തന്നെ ഈ വോട്ടുകളെ ചിതറിക്കാൻ കാരണമാവോ? അല്ല, അതൊക്കെയാണ് ചന്ദ്രശേഖർ ആസാദിൻ്റെ മണ്ഡലത്തിൽ അയാൾ സ്വയം മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഒരു ടാസിറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇന്ത്യ അലയൻസ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടെങ്കിലും ആ സ്ഥാനാർത്ഥിയെ നിർത്തിയത് ചിലപ്പോൾ അയാൾക്ക് അനുകൂലമായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്നാണ് അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ യൂണിഫോമായിട്ട് പരസ്പരം മത്സരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് പ്രതികൂലമായി ബാധിച്ചുകൊള്ളുന്നില്ല. ചില സ്ഥലങ്ങളിൽ BSP മത്സരിക്കുന്നതും ഈ ചന്ദ്രശേഖർ ആസാദിൻ്റെ BSP മത്സരിക്കുന്നതൊക്കെ ചിലപ്പോൾ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട്. അത് ഈ ഏകപക്ഷീയമായിട്ടൊരു കണക്ക് പറയാൻ പറ്റില്ല നമുക്ക്. നമ്മൾ കോൺഗ്രസിൻ്റെ കാര്യത്തിലേക്ക് ഒന്ന് ഇപ്പോൾ റായ്ബറേലി അമേഠി ഇവിടെയാണ് കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള 2 മണ്ഡലങ്ങൾ ഉത്തർപ്രദേശിനെ സംബന്ധിച്ച്. അവർ 17 സീറ്റിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും സംഘടനാപരമായ ദുർബലമാണ് കോൺഗ്രസ്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ യോഗങ്ങളിൽ ആൾക്കൂട്ടമുണ്ടായിരുന്നു. ഇത് ഈ ഇലക്ഷൻ കാലത്ത് മാത്രമല്ല, ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര ഉത്തർപ്രദേശിലൂടെ കടന്നു പോയപ്പോൾ പ്രതീക്ഷിക്കാത്ത ആൾക്കൂട്ടം ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ കാണാൻ ഭാരത് ജോഡോ യാത്രയുടെ സമയത്ത് ഉത്തർപ്രദേശിലുണ്ടായിരുന്നു. ഫൂൽപൂരിലാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടത് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പങ്കെടുക്കുന്നൊരു യോഗത്തിലേക്ക് ആൾക്കൂട്ടം ഇരച്ചെത്തിയിട്ട് അവരെ നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട് യോഗം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ ഇത് ഈ ഉത്തർപ്രദേശിനെ കുറേ കാലമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു മാറ്റമായിട്ട് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും അത് ഈ ഒരു ടേണിങ്, അതായത് ഈ കമ്മ്യൂണൽ പോളിറ്റിക്സിൻ്റെ അല്ലെങ്കിൽ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ ദൗർബല്യം എന്താണെന്ന് പറഞ്ഞാൽ അത് ആത്യന്തികമായിട്ട് പിന്നെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ചും സാമ്പത്തിക വിഷയങ്ങൾ വരുന്ന സമയത്ത് എന്താ പറയുക, നിങ്ങൾക്ക് മതം ഭക്ഷിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം എന്തായാലും വരും. അത് ആത്യന്തികമായിട്ട് വർഗീയ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ കാലത്തുമുള്ള ഒരു അല്ലെങ്കിൽ വർഗീയ മാത്രമല്ല ഏത് തരത്തിലുള്ള സെക്ടേറിയൻ രാഷ്ട്രീയത്തിൻ്റെയും ആത്യന്തികമായിട്ടുള്ള ഒരു പരാജയം അതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചേണിങ് തുടങ്ങിയത് ബീഹാറിലാണ്. ബീഹാറിൽ തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ ആണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് ഈ തരത്തിലുള്ള ഒരു വലിയ പ്രചാരണം നടന്നത്. പിന്നീട് അഖിലേഷ് യാദവ് 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഏറ്റെടുത്തു. അത് ഏറ്റെടുത്തതിന് ശേഷം അതിൻ്റെ തുടർച്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പം അഖിലേഷും രാഹുലിൻ്റെ ഭാരത് ജോഡോ യാത്രയും ഭാരത് ന്യായ യാത്രയും രണ്ടും ഇത്തരത്തിലുള്ള ഈ ഒരു വിഷയങ്ങൾ, അതായത് മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള യാത്രകളായിരുന്നു. അപ്പം അതിൻ്റെ ഒരു എഫക്റ്റ് തീർച്ചയായിട്ടും നമുക്ക് കാണാനുണ്ട് എന്നുള്ളതാണ് വസ്തുത. അവസാനമായിട്ട് ഈ 2019 അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട് ഉത്തർപ്രദേശിൽ. ആദ്യം 3 ഘട്ടത്തിൽ പ്രത്യേകിച്ചും ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 3 മുതൽ 4% വരെ പോളിംഗ് കുറഞ്ഞതായിട്ടാണ് ആദ്യത്തെ 3 ഘട്ടത്തിൽ. തുടർന്നുള്ള ഘട്ടങ്ങളിൽ അത്രത്തോളം കുറവില്ല, പക്ഷേ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ട്. ഇത് ഏത് BJPയുടെ വോട്ട് ബാങ്കിനെയാണോ ബാധിക്കുക, അതോ ഇപ്പുറത്ത് സമാജ്വാദി പാർട്ടി, കോൺഗ്രസ്, ഇന്ത്യ സഖ്യത്തെയാണോ ബാധിക്കുക? എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? അത് ഇരുഭാഗത്തെയും ഏതാണ്ട് തുല്യമായി ബാധിക്കുമെന്നാണ് എൻ്റെ അനുമാനം. 2 കാര്യങ്ങളാണ് ഈ വോട്ടിൻ്റെ ശതമാനം കുറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഞാൻ കാണുന്നത്. ആദ്യത്തെ 2 ഘട്ടങ്ങളിൽ വോട്ട് ശതമാനം കുറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ വോട്ടർ അപ്പാത്തി എന്ന് പറയുന്ന സംഭവം. അതായത് ഈ എല്ലാവരും പറയുന്നത് പോലെ BJPയും അവരുടെ പിന്നെ വെറും വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്നൊരു പാർട്ടിയാണെന്നുള്ളൊരു സെൻസ് ഉണ്ടാവുകയും BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമായിരുന്ന പ്രത്യേകിച്ചും മധ്യവർഗത്തിലും അതിന് അപ്പർ മിഡിൽ ക്ലാസ്സിലും ഒക്കെയുള്ള ആൾക്കാർ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ട്രെൻഡ്. രണ്ടാമത്തെ കാര്യം, ഈ ആദ്യത്തെ 2 ഘട്ടങ്ങളിൽ RSS
വളരെ സജീവമായിട്ട് വോട്ടിംഗ് രംഗത്തുനിന്ന് മാറി നിന്നു. അത് സജീവമായിട്ട് തന്നെ മാറി, അത് ഒരു പ്രകടമായ രീതിയിൽ അവർ മാറി നിന്നു. അവർ BJP സ്ഥാനാർത്ഥികളെ സഹായിക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുക. പിന്നെ വോട്ട് ഇല്ലാതാവുമെന്നുള്ള പ്രധാനപ്പെട്ട കാരണം അതിപ്പോൾ ഞാനിപ്പോൾ ഈ യാത്രയിലുടനീളം ഞാൻ കാണുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, നേരത്തെ BJP പക്ഷത്തുണ്ടാവുകയും ഇപ്പോൾ തിരിച്ച് BJPക്ക് എതിരായി മാറുകയും ചെയ്തിട്ടുള്ള ആൾക്കാർ, അവരിൽ വലിയ വിഭാഗം, അതിന് ശതമാനക്കണക്കേക്ക് പറയാൻ പറ്റില്ല, പക്ഷെ വളരെ വലിയൊരു വിഭാഗം അവരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അവർ വോട്ട് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, അവർ BJPക്ക് എതിരായിട്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കപ്പെടുന്നു. ഈ പന്നാപ്രമുഖ് പോലെയുള്ള പിന്നെ ഈ സമ്പ്രദായങ്ങൾ BJPക്ക് ഉള്ളതുകൊണ്ട് അത് കണ്ടുപിടിക്കപ്പെടുന്നു. അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടാൽ പിന്നീട് BJP തിരിച്ച് അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്കത് വളരെ പ്രതികൂലമായി ബാധിക്കുന്നു. അങ്ങനെ ആ രീതിയിലുള്ള ഒരു വോട്ടർ അപ്പാത്തി ഈ രണ്ട് തരത്തിലും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വെച്ചാൽ ഇത് ഇരു ഭാഗങ്ങളെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ബാധിക്കാനും സാധ്യത. പിന്നെ രാജീവ് പറഞ്ഞതുപോലെ ഈ മൂന്നാം ഘട്ടം മുതലുള്ള സംഭവം വെച്ചാൽ, ഈ ആദ്യത്തെ 2 ഘട്ടങ്ങൾ കഴിയുന്നത് വരെയുള്ള തെരഞ്ഞെടുപ്പ്, ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ചുമതലക്കാരൻ യോഗി ആദിത്യനാഥ്, മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥായിരുന്നു. പക്ഷേ 2 ഘട്ടങ്ങളിൽ ഈ BJPക്ക് തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അമിത്ഷാ ഈ ക്യാമ്പയിൻ നേരിട്ട് ഏറ്റെടുക്കുകയും UPയിലെ ഭരണ നിർവഹണത്തിലുള്ള ഉദ്യോഗസ്ഥരെ അദ്ദേഹം നേരിട്ട് വിളിച്ച് സംസാരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും പാർട്ടി പ്രവർത്തകരെയൊക്കെ അദ്ദേഹം നേരിട്ട് കൺട്രോൾ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവുകയും RSSൻ്റെ പിന്നെ അവരോട് വളരെ കൃത്യമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വീണ്ടും സജീവമാവണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ RSS വീണ്ടും ഈ മൂന്നാം ഘട്ടം മുതൽ കൂടുതൽ ആക്റ്റീവായി. ഈ ആദ്യത്തെ 2 ഘട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ താക്കൂർ വിഭാഗത്തിനിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധം സത്യത്തിൽ യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞ ഇപ്പോൾ UPയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താക്കൂർ നേതാവായിട്ടുള്ള യോഗി ആദിത്യനാഥ് വിചാരിച്ചിരുന്നെങ്കിൽ 10 നിമിഷം കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമായിരുന്നു. പക്ഷേ അദ്ദേഹം പരിഹരിക്കാൻ വേണ്ടി ഒരു നീക്കം എടുത്തില്ല. പിന്നെ ആദ്യത്തെ 2 ഘട്ടങ്ങളിലും മുസ്ലിം ജനവിഭാഗത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. സാധാരണ ഇതിന് UPയിൽ BJP സ്ഥിരമായിട്ട് പയറ്റുന്ന ഒരു പ്രശ്നം, ഒരു തന്ത്രം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഈ മുസ്ലിം ജനവിഭാഗത്തിന് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാതാക്കുക, ചില ബൂത്തുകളിൽ ഇല്ലാത്ത തിരക്കുണ്ടാക്കുക, അവിടെ വലിയ രീതിയിലുള്ള പോലീസ് നിയന്ത്രണങ്ങൾ നടപ്പാക്കുക, അങ്ങനെ മുസ്ലിം ജനവിഭാഗത്തിന് വോട്ട് ചെയ്യിക്കാതിരിക്കാനുള്ള ഒരുപാട് തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJP വിജയത്തിൻ്റെ ഒരു ശതമാനമെങ്കിലും ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 2 ഘട്ടങ്ങളിൽ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു പിന്നെ നിയന്ത്രണങ്ങളോ പീഡന തന്ത്രങ്ങളോ ഒന്നും ഉപയോഗിച്ചില്ല. അത് മൂന്നാം ഘട്ടം മുതൽ അതും തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ, അപ്പം ഈ RSSൻ്റെ രണ്ടാമത്തെയും പിന്നീടുള്ള ഘട്ടങ്ങളിൽ വോട്ട് ശതമാനം കുറഞ്ഞെങ്കിലും അതിൻ്റെ കുറവിൻ്റെ തോത് കുറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഇത്തരത്തിലുള്ള ഇടപെടലുകളാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വോട്ട് കുറഞ്ഞത് ആരെയാണ് ആത്യന്തികമായി ബാധിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു സാധാരണഗതിയിലുള്ള കഴിഞ്ഞ 2019 കണക്കെടുപ്പ് വെച്ച് പരിശോധിക്കുമ്പോൾ അത് തീർച്ചയായും ഈ വോട്ടർ അപ്പാത്തിയുടെ വോട്ടർ അപ്പാത്തി കൂടുതലായിട്ട് ബാധിച്ചിട്ടുള്ളത് BJP തന്നെയാണ് എന്ന് പറയണം. അവസാനമായിട്ട് ഒരൊറ്റ കാര്യം കൂടെ, ഇപ്പോൾ 2019 കാര്യം നമ്മൾ പറഞ്ഞു, 2014 2019 സീറ്റെണ്ണം കുറയുന്നു, 2017 നിയമസഭയിൽ നിന്ന് 2022 നിയമസഭയിലേക്ക് എത്തുമ്പോൾ സീറ്റെണ്ണം കുറയുന്നു. ആ ട്രെൻഡ് തുടരും എന്ന് നമുക്ക് ഈ UPയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് UPയുടെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് ആ ഒരു ഇലക്ഷൻ പൾസ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ ട്രെൻഡ് തുടരും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാമോ? ഈ ട്രെൻഡ് തുടരും എന്നുള്ളതാണ് ഈ ഇലക്ഷൻ്റെ ഒരു ഫീൽ. സാധാരണ ഇതിൽ നമ്മളൊരു പൊളിറ്റിക്കൽ റിപ്പോർട്ടർമാർക്ക് കിട്ടുന്ന ഒരു ഇലക്ഷൻ ഫീൽ. ആ ഇലക്ഷൻ ഫീൽ വെച്ചിട്ട് പറയാൻ തീർച്ചയായിട്ടും ഈ ട്രെൻഡ് തുടരും. സീറ്റിൻ്റെ എണ്ണം കുറയും. അത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനേക്കാളും 5 മുതൽ 10 വരെ സീറ്റെങ്കിലും മിനിമം കുറയും. അതിലും കൂടുതൽ കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു അനുമാനം. BJPയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്, ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷനെ മറികടക്കാനുള്ള BJPയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അത് അവരുടെ ഈ മൈക്രോ മാനേജ്മെൻറ്റ് ഓഫ് വോട്ടേഴ്സാണ്. പിന്നെ BJP എല്ലാ സ്ഥലത്തും പറയുന്ന സംഭവം എന്ന് വെച്ചാൽ, നരേറ്റീവിൻ്റെ തലത്തിൽ ഇത്തവണ നമ്മൾ പരാജയപ്പെട്ടു. അതായത് ശബ്ദമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വോക്കലായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരും വോക്കലായിട്ടുള്ള സാധാരണ ജനവിഭാഗങ്ങളും അവരൊക്കെ ഈ ഇന്ത്യ പക്ഷത്തിന് അനുകൂലമായിട്ടുള്ളൊരു നരേറ്റീവ് ഉണ്ടാക്കുന്ന വിജയിച്ചു. പക്ഷെ അവരെക്കാൾ കൂടുതലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ മുഴുവൻ നിശബ്ദരായി നിൽക്കുന്ന ആൾക്കാർ.
ആ നിശബ്ദരായി നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ ഞങ്ങളുടെ വോട്ടർമാരാണ്. അവർക്ക് ഈ മോദി ഭരണത്തിൻ്റെ ഒരുപാട് ഗുണങ്ങൾ, അതായത് റേഷൻ, ഗ്യാസ്, കക്കൂസ്, വീടുകൾ, ഇതെല്ലാം ലഭിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് അവരൊരു മഹാഭൂരിപക്ഷമാണ്. ആ മഹാഭൂരിപക്ഷം വന്ന് വോട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ വളരെ നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുള്ള, വളരെ വോക്കലായിട്ടുള്ള ഭാഗത്തെക്കാളും കൂടുതൽ വലിയ വിജയം BJPക്ക് ഉണ്ടാവും എന്നാണ് അവരുടെ ക്ലെയിം. ഇതിലേത് ക്ലെയിമാണ് ജയിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായും ഒരു പൊളിറ്റിക്കൽ റിപ്പോർട്ടർ എന്ന നിലയിൽ ഗ്രൗണ്ടിൽ കാണുന്ന സെൻസ് ഈ നെഗറ്റീവ്, ഇന്ത്യ സഖ്യത്തിൻ്റെ നെഗറ്റീവ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അത് BJPയുടെ സംഘടനാപരമായ ഇതിനെ മറികടന്നുകൊണ്ട് ഒരു 50-50 നിലവിലുള്ള സീറ്റ് നിലവാരത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ മേൽക്കായി BJPക്ക് തന്നെയാണ്. പക്ഷേ ആ മേൽക്കായി നിലനിൽക്കുമ്പോൾ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പിറകോട്ടുള്ള ഒരു യാത്ര തന്നെയാണ് BJP ഇന്ന് കാണുന്നത്. അതാണ് UPയുടെ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴുള്ള ചിത്രം എന്നാണ് എൻ്റെ ഉറച്ച പക്ഷം. റൈറ്റ്. അതാണ് ഉത്തർപ്രദേശിലെ മത്സര ചിത്രം. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ 400 സീറ്റിലധികം എന്ന മുദ്രാവാക്യം നരേന്ദ്രമോദി ഉയർത്തുമ്പോൾ അത് BJP ഏറ്റുപിടിക്കുമ്പോൾ കഴിഞ്ഞ തവണ UPയിൽ 64 സഖ്യകക്ഷികളോട് ചേർത്താൽ 64 സീറ്റ് കിട്ടിയതിൽ നിന്ന് കുറെ കൂടെ മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ളതായിരിക്കാം BJPയുടെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് തുടക്കത്തിൽ പറഞ്ഞ കണക്ക് 75 UPയിൽ നിന്ന് 75 സീറ്റ്. റൈറ്റ്. കഴിഞ്ഞ തവണ 64 ആയിരുന്നെങ്കിൽ ഇത്തവണ 75 സീറ്റ് എന്നുള്ളതായിരുന്നു BJPയുടെ മുദ്രാവാക്യം. അതിനൊപ്പിച്ചല്ല UPയിലെ മത്സര ചിത്രം എന്ന് മത്സരം പൂർത്തിയാവുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും.